നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നും നമ്മളിപ്പോൾ എടുക്കുന്ന CS റാങ്ക് തന്നെയാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളെന്നാ ഇപ്പം ഹീറോയ്ക്ക് നമുക്ക് 31 32 നമ്മൾ നിൽക്കുന്നത്. അപ്പം മാക്സിമം നമ്മളത് മാസ്റ്ററാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും കളിക്കുന്ന പോലെ മാക്സിമം റഷിങ് ആയിരിക്കും. റഷ് ചെയ്യുന്നുണ്ട്, കട്ട് റഷ് ആയിരിക്കും. കാരണം നമ്മൾ റാങ്ക് നമ്മളെങ്ങനെയൊരു മാസ്റ്ററാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മാക്സിമം നമ്മൾ റാങ്ക് പുഷിങ്ങാണ്. അപ്പം റഷിങ് കുറച്ച് കൂടുതലായിരിക്കും. അതിനിടയ്ക്ക് എനിക്ക് നന്നായിട്ട് കിട്ടും. എന്നാലും നമ്മളിന്ന് മാസ്റ്ററാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മിക്കവാറും എന്താവും നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളിന്ന് മാച്ച് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ കുറച്ച് ഡാമേജ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. 2 കില്ലൊക്കെ ഏകദേശമായി. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്ന ടീമിനെയൊക്കെ പല നോക്കാക്കുന്നുണ്ട് എനിമീസ്. അപ്പോൾ നമ്മൾ മാക്സിമം റഷ് ചെയ്ത് കളിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ നമ്മളൊരു ടീമിനെ നമ്മൾ നോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓറിയൻ ക്യാരക്ടറൊക്കെ ഇട്ട് ഇതായിട്ട് വന്നിരുന്നു. അവനെ അങ്ങ് തീർത്തിട്ടുണ്ട്. നമ്മളിനി ഫസ്റ്റ് റൗണ്ട് നമ്മളെന്തായാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് റൗണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഫസ്റ്റ് റൗണ്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ 810 ഡാമേജ് കൊണ്ട് 3 കില്ലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മളത് സെക്കൻഡ് റൗണ്ട് എടുത്തിരിക്കുന്ന ബൈസൺ ഗണ്ണാണ്. ബൈസൺ ഗണ്ണ് എടുത്താണ് നമ്മളിപ്പോൾ മാച്ച് സ്റ്റാർട്ട് സെക്കൻഡ് റൗണ്ട് റഷ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് ബൈസൺ ഗണ്ണ് ഇഷ്ടമാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നമ്മൾ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ മാക്സിമം താഴെ കൂടെ നമ്മൾ പോകാനാണ് നോക്കുന്നത്. താഴെ കൂടെ നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ സ്കേറ്റ് ബോർഡൊക്കെ ഇട്ട് പോകുന്നതിന് വെച്ച് നമ്മൾ നേരെ താഴെ കൂടെ നിന്ന് പോവുകയാണ്. അപ്പോൾ പോയിട്ട് ഇവിടെ എനിമീസിനെ അങ്ങനെയൊന്നും കാണാനില്ല. അപ്പോൾ മുകളിൽ റഷി നടക്കുന്നതിനാണ്. അപ്പോൾ നമ്മൾ നേരെ മുകളിലോട്ട് വെച്ച് പിടിക്കുകയാണ്. ഈ റൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റൂലെന്ന് അറിയത്തില്ല. നമ്മളെന്തായാലും മാക്സിമം റഷ് ചെയ്ത് നോക്കാം. എന്താണെന്നുള്ള നോക്കാം. നമ്മൾ ഒരുത്തരം നമ്മൾ നോക്കാക്കിയിട്ടുണ്ട്. പിറകെ നമ്മൾ ഇട്ട് നമുക്ക് നോക്ക് തന്നിട്ടുണ്ട്. നമ്മൾ നോക്ക് താറ അവരത് റിവൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ നമ്മളിപ്പോൾ ബാക്കിയുള്ള ഒരേ ഒരു പ്ലെയർ മാത്രം. അങ്ങനെ അവരാണെങ്കിൽ 3 പേരുണ്ട്. എന്താവും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഒരു നോക്ക പുള്ളിക്കാരെ എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ആള് ഫയർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. പുള്ളിയെ കൊണ്ട് 1v4 അടിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഒരാളെ നോക്കിട്ടുണ്ട്. പുള്ളിനെ രണ്ടാമത്തെ ഗ്ലൂ വാളിട്ട് കവർ ചെയ്ത് രണ്ടാമത്തെ നോക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മൊത്തം ഒരു ലോക്ക് കൂടെ ഇട്ട് പുള്ളിക്കാരെ മിക്കവാറും ഇപ്പം തന്നെ. അപ്പം ഗൈസ് രണ്ടാമത്തെ റൗണ്ട് കൊണ്ടുപോയിട്ടുണ്ട്. തേർഡ് റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. തേർഡ് റൗണ്ടിൽ നമ്മൾ ബൈസൺ തന്നെയാണ് എടുക്കുന്നത്. ഇത്തവണയും ബൈസണെടുത്ത് നമ്മൾ റഷ് ചെയ്യാൻ നോക്കുക. മാക്സിമം എത്രത്തോളം നമുക്ക് അവരെ കിട്ടുമെന്ന് അറിയത്തില്ല. മാക്സിമം നമ്മളൊന്ന് റഷ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് കണ്ണാണ് ഇഷ്ടമെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഏത് ഈ സ്ഥലത്തിൻ്റെ പേരും കൂടെ നിങ്ങൾ ചോദിച്ചിങ്ങനെ കമൻറ്റ് ചെയ്യുക. നമ്മൾ മാക്സിമം നമ്മൾ കില്ലെന്ന് പറയുമ്പം നമ്മൾ മാക്സിമം 4 കില്ലെന്തോ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫയർ ചെയ്ത് നോക്കിയിട്ടൊന്നും നടക്കില്ല. ഒരുത്തിന് കയറിയിട്ടുണ്ട്. ഒരു എനിമിക്ക് 48 കയറി. അപ്പോൾ നമ്മൾ മാക്സിമം ഒന്ന് റഷ് ചെയ്ത് നോക്കിയാണ്. കിട്ടുമെന്ന് അറിയത്തില്ല. അവിടെ 3 പേരുണ്ട്. എന്താവുമെന്ന് അറിയത്തില്ല. ചെന്നൊന്നും നമ്മൾ കയറി കൊടുത്തതാ. അതൊന്ന് കിട്ടി. അതെങ്ങനെയാണ് അടിച്ചെന്ന് നമുക്കറിയത്തില്ല. അത് ഹെഡ് ഷോട്ട് കയറിയതായിട്ട് കാണിക്കുന്ന. ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ ഹെഡ് ഷോട്ട് അടിക്കുന്ന കാണുന്നുണ്ട്. ഇത് ബഗ്ഗാണോ എന്താണോ നിങ്ങൾ തന്നെ പറയാതെ നോക്കിയിട്ട് അത് ഹെഡ് ഷോട്ട് കയറിയതാണ്. ഞാൻ പോയതിനു ശേഷമാണ് ആ പുള്ളിയെ അത് അടിച്ചത് തന്നെ. ആ എനിമി നമ്മൾ സ്പോട്ട് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ പോയതിനു ശേഷമാണ് അടിച്ചത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടത് എന്താണെന്ന് നോക്കുക ഗൈസ്. നമ്മളിലിപ്പോൾ ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ. അവരിലാണെങ്കിൽ 2 പേര് ബാക്കിയുണ്ട്. പുള്ളിക്കാരൻ പുല്ലൊക്കെ ഇട്ട് പോകുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. പുള്ളിക്കാരനെ നോക്കുന്നുണ്ട്. അപ്പോൾ 2 റൗണ്ട് അവരെ എടുത്തിട്ടുണ്ട്. നമ്മളാണെങ്കിൽ 1 റൗണ്ട് എടുത്തിട്ടുള്ളൂ. എന്നാന്ന് നോക്കാം. നമ്മൾ 1028 ഡാമേജ് എടുത്തിട്ടുണ്ട്. 3 കില്ല് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ MP40 ആണ് എടുത്തിരിക്കുന്നത്. MP40 സ്കേറ്റിംഗ് ബോർഡൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് റഷ് ചെയ്ത് നോക്കാം. നമ്മൾ റൈറ്റ് സൈഡ് വഴിയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അവിടെ ഇനി എനിമി വരുന്നൊന്നും അറിയത്തില്ല. നമ്മൾ റൈറ്റ് സൈഡ് വഴി മാക്സിമം കയറില്ല നോക്കുകയാണ്. കൂടെ ക്യാരറ്റിൻ്റെ സ്കില്ലൊന്ന് യൂസ് ചെയ്തിട്ട് ഇവിടെ എനിമി ഉണ്ടോ എന്ന് നോക്കിയാണ്. എനിമിയൊന്നും കാണുന്നില്ല.
നേരെ ചെന്ന് കയറി കൊടുത്താൽ മിക്കവാറും എനിമീസ് നമ്മൾ സ്പോട്ട് ചെയ്യും. അവിടെ എനിമി ഉണ്ട്, രണ്ടുപേരെന്തോ അവിടെ ഉള്ളതായിട്ടാണ് കാണുന്നത്. ഇതുവഴി നമുക്കൊന്ന് പോയി നോക്കാം, എന്താകുമെന്ന് അറിയത്തില്ല. ലെഫ്റ്റിലൂടെ പോയി നോക്കാം. അവിടെ 2 എനിമീസ് നിൽക്കുന്നുണ്ട്. ചെന്ന് കേറിയാ കിട്ടുമെന്ന് അറിയത്തില്ല. ഓ, 2 പേരുണ്ടായിരുന്നു ഗൈസ്. 2 പേരല്ല, 3 പേരുണ്ട്. 3 പേര് ഇവിടെ നമ്മളുണ്ടായിരുന്നു. അപ്പം നമ്മൾ 3-2 എന്നുള്ള ഇതിൽ അവരിൽ നിന്ന് ഒരാൾ മാത്രമേ ബാലൻസ് ഉള്ളൂ. നമ്മളാണെങ്കിൽ 3 പേര് ഇനിയുണ്ട്. പിന്നെ ഒന്ന് നോക്കി നോക്കാം, അവർ 3 എടുക്കും. ഇനി ഒരാളുകൂടെ ബാലൻസ് ഉണ്ട്. നോക്കട്ടെ എവിടെയാണ് പുള്ളിക്കാരെ സ്പോട്ട് ചെയ്യുന്ന തോന്നുന്നു. സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളതാ നമ്മൾ റൗണ്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. സ്കേറ്റിംഗ് ബോർഡ് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മൾ മാക്ടൺ എടുത്തിട്ടുണ്ട്. മാക്ടണിട്ട് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യണം. സ്കേറ്റിംഗ് ബോർഡൊക്കെ നമ്മളെടുത്ത് പയ്യൊന്ന് വിട്ട് പോകും. നോക്കുന്നുണ്ട്. ഈ റൗണ്ട് നമ്മളെ കയ്യിൽ കിട്ടുമെന്ന് അറിയത്തില്ല. ഞാനിങ്ങനെ നോക്കി ഈ റൗണ്ട് നമ്മളെ കയ്യിൽ കിട്ടും. അവിടെ റൈറ്റ് സൈഡിൽ 2 എനിമീസ് ഒളിച്ചിരിക്കുന്നുണ്ട്. ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം, എന്താവും അറിയത്തില്ല. കവറേജ് എനിമീസ് നമ്മളെ സ്പോട്ട് ചെയ്യുമോ, നമുക്ക് എനിമീസ് സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഒരാൾ അടിച്ചിട്ടുണ്ട്, 2 പേരെ അടിച്ചിട്ട് നമുക്കൊന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെല്ലുകയാണ് ഗൈസ്. എന്താണെന്ന് അറിയത്തില്ല. ഇനി ഒരാളോട് 2 പേരോട് ബാലൻസ് ഉണ്ട്. ചെന്ന് കയറി എന്താ എനിക്ക് കിട്ടുമെന്ന് അറിയത്തില്ല. ഓ, അവിടെ 2 എനിമീസ് ഉണ്ടായിരുന്നു ഗൈസ്. നമ്മളങ്ങനെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഡെസ്റ്റിനേഷൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെ ഫ്രണ്ടിന്. എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കി വെക്കാം. ഈ റൗണ്ട് പുള്ളിക്കാരെ എടുക്കും. 1v2 സിറ്റുവേഷനാണ്. പുള്ളിയെ കൊണ്ട് എടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. നോക്കാം. പുള്ളിക്കാരെങ്ങനെ 5th റൗണ്ട് എത്തിയിട്ടുണ്ട്. നമ്മളെ 5th റൗണ്ട് നമ്മളെ കയ്യിൽ കിട്ടി. ഇനി അടുത്ത 6th ആണ്. ഈ കളിയുടെ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് റഷിംഗ് പോയി നമുക്ക് കിട്ടും. അങ്ങനെ 5th റൗണ്ടിൽ നമ്മൾ MP40 ഇല്ല, മാക്ടറിനാണ് എടുത്തിരിക്കുന്നത്. മാക്ടറിനെ എടുത്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മാക്ടറിനും നമ്മുടെ ബൈസിൻ്റെ നല്ലൊരു അത്യാവശ്യം നല്ലൊരു ഗണ്ണാണ്. ഏറ്റവും ബൈസ് അത്യാവശ്യം ഷോർട്ട് റേഞ്ചിലുള്ള ഫയറായിട്ട് നല്ല ഫയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗണ്ണാണ് ഈ മാക്ടറിനും പിന്നെ ബൈസും ഗണ്ണ്. എത്ര പേര് മാക്ടറിനും ബൈസും ഗണ്ണും ഉപയോഗിക്കുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മളൊക്കെ ചെന്ന് കയറി കൊടുക്കുകയാണെങ്കിൽ എന്താവും അറിയത്തില്ല. അണ്ണാക്കിലായിരിക്കുമെന്ന് ചെന്ന് കയറുന്നൊരു പിടുത്തമില്ല. നമുക്ക് നല്ല അത്യാവശ്യം നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. എന്താ ഒരാളെ നോക്കിയിട്ടുണ്ട്, അത് നെറ്റ് പോയതാണെന്നാണ് തോന്നുന്നത്. ഓ, അടിച്ചിട്ട് ഗൈസ്. വിചാരിച്ചായിരുന്നു അവിടെ എനിമി ഉണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷെ പിടുത്തമില്ല. ലേഡി ആണോ തെന്നാണോ എന്നൊരു പിടുത്തമില്ല. എന്നാലും നമ്മൾ 6 കില്ല് നമ്മൾ 35 ഡാമേജ് ഉണ്ട്. നമ്മൾ 6th റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് മാക്സിമം നോക്കും എടുക്കാനായിട്ട്. എന്താവും നമുക്ക് നോക്കാം. നമ്മൾ ഈ 7th റൗണ്ടിൽ നമ്മൾ മാക്ടറിനും AK-47 എടുത്തിരിക്കുന്നത്. മാക്സിമം ഈ റൗണ്ട് നമുക്ക് കയ്യിലെടുത്തേ പറ്റും. 3-3 എന്നുള്ള സ്പീഡാണ് നിൽക്കുന്നത്. കൂടെ കയറിയിട്ടപ്പോൾ എല്ലാവരും ലെഫ്റ്റിലോട്ടാണ് പോയിരിക്കുന്നത്. അത് റഷിങ് ചെയ്യാനുള്ള പദ്ധതിയിലാണ് എല്ലാവരും കൂടെ പോയിരിക്കുന്നത്. ഒരാൾ നോക്കായിട്ടുണ്ട് അവിടെ. എന്താവും നോക്കണം. ഇതിൽ നമ്മൾ എടുത്തേ പറ്റും.
നമ്മൾ 3 വരെയും തീറ്റിട്ടുണ്ട്. ഇനി ഒരാളും കൂടെ ബാലൻസ് ഉള്ളൂ. ഒരാളും കൂടെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് ഈ റൗണ്ട് തന്നെ എടുക്കാൻ പറ്റുന്നതാണ്. മാക്സിമം റഷ് എന്താവും അപ്പുറത്തോട്ട് പോയി. ഹൈ HP ആണോ എന്തോ എത്ര രീതിയിൽ വീഴുന്നില്ല. അത് ഞാൻ തന്നെ വീണു. അങ്ങനെ ഗൈസ് നമ്മളിത് എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ പോയി അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ ഗെയിം ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എനിക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ.